6 എന്ന നമ്പർ വീനസ്, അതായത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത്. ലക്കി വാൾപേപ്പറായിട്ട് വരുന്നത് ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടികൾ. 8, 17, 26 തീയതികളിൽ ജനിച്ച ആളുകളുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. നമസ്കാരം, ശ്രീദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. ഇന്നത്തെ നമ്മുടെ വിഷയം ലക്കി മൊബൈൽ വാൾപേപ്പേഴ്സ് എന്നുള്ളതാണ്. ഇത് ന്യൂമറോളജിയുടെ ഒരു പാർട്ടാണ്. നമ്മൾ ആസ്ട്രോളജിയിൽ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബലം കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് പല പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. ജെം സ്റ്റോൺസ് ധരിക്കാറുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്, പൂജാ പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ ന്യൂമറോളജിയിലുള്ള ഒരു ചെറിയ ഒരു റെമഡിയൽ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ എന്ന് പറയുന്നത്. മൊബൈൽ ന്യൂമറോളജിയിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബൈലിൻ്റെ നമ്പർ തന്നെ നമ്മുടെ ബർത്ത് നമ്പറിൻ്റെ ബേസിസിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ സൂചിപ്പിക്കുന്നതായ ഗ്രഹത്തിനെ സ്ട്രോങ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ലക്കി ആയിട്ടുള്ളതായ നമ്പർ ഏതാണോ ആ നമ്പറിൽ മൊബൈൽ നമ്പറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിനെ നമുക്ക് സ്ട്രോങ് ആക്കാനായിട്ട് സാധിക്കാനും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പൂജാ പരിഹാരങ്ങൾ ഇല്ലാതെ അതുപോലത്തെ വേറൊരു റെമഡിയൽ ടൂൾ എന്ന് പറയാം. അങ്ങനെ ആ ഗ്രഹത്തിൻ്റെ ബലം കൂടുന്നു എന്നുള്ളതാണ്. ഓരോ നമ്പർ, ഇവിടെ നമ്പർ എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇവിടെ ഓരോ നമ്പർ എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ മൊബൈൽ നമ്പറിനെ പോലെ തന്നെ മറ്റൊരു കാര്യമാണ് മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായ വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പോലെ തന്നെ ഒരു കാര്യം മൊബൈൽ വാൾപേപ്പേഴ്സ്, നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത് നമ്പറിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ബർത്ത് നമ്പർ ഏതാണോ അതിൻ്റെ ആ നമ്പർ സൂചിപ്പിക്കുന്നതായ ഗ്രഹത്തിനെ ബലവാനാക്കാൻ വേണ്ടിയിട്ട് ആ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിനെ നമുക്ക്, ആ നമ്പറിനെ നമുക്ക് സ്ട്രോങ് ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജാതകത്തിൽ ലഗ്നാധിപൻ ബലവാനായി കഴിഞ്ഞാൽ നമുക്ക് സക്സസും പ്രോസ്പെരിറ്റിയും അതേപോലെ കാര്യപ്രാപ്തിയും, നമ്മൾക്ക് കാര്യങ്ങൾ നേടാനുള്ളതായ ഒരു ലഗ്നം ബലവാനാണെങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുക എന്ന് പറയുന്നത്. അതുപോലെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് ലഗ്നാധിപനാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ബർത്ത് നമ്പറിനെ സ്ട്രോങ് ആക്കുന്നതിലൂടെ ആ ലഗ്നാധിപൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആവുന്നു, ആ നമ്പർ അല്ലെങ്കിൽ ആ നമ്പർ സൂചിപ്പിക്കുന്നതായ പ്ലാനറ്റ് സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓരോ നമ്പേഴ്സ് 1 മുതൽ 31 തീയതികളിൽ ജനിച്ച ആളുകളുടെ ലക്കി ആയിട്ടുള്ള മൊബൈൽ വാൾപേപ്പേഴ്സ് ഏതൊക്കെയാണെന്നും അത് സ്ട്രോങ് ആക്കുന്നതിലൂടെ കിട്ടുന്നതായ റിസൾട്ട് എന്താണെന്നും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ബർത്ത് നമ്പർ 1 ആയിട്ട് വരുന്നവരുടെയാണ്. ബർത്ത് നമ്പർ 1 എന്ന് പറഞ്ഞാൽ 1, 10, 19, 28 തീയതികളിൽ ജനിച്ച ആളുകളാണ് ബർത്ത് നമ്പർ 1 എന്ന് പറയുന്നത്. അതായത് 28 എന്ന് പറഞ്ഞാൽ 8 2 10, 1 + 0 = 1. അതാണ് ബർത്ത് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ച ഡേറ്റിന്റെ ടോട്ടൽ, അതാണ് ബർത്ത് നമ്പർ എന്ന് പറയുന്നത്. ബർത്ത് നമ്പർ 1 ആയിട്ടുള്ള ആളുകളുടെ ലക്കി വാൾപേപ്പർ എന്ന് പറയുന്നത് സൺറൈസ് ആണ്. കാരണം 1 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് സൂര്യനെയാണ്. അതുകൊണ്ട് അവരുടെ വാൾപേപ്പർ ഓഫ് കോഴ്സ് സൂര്യോദയം തന്നെയാണ്. ഇവിടെ 1 സ്ട്രോങ് ആക്കുമ്പോഴേക്കും സൂര്യൻ സ്ട്രോങ് ആവുന്നു. അങ്ങനെ കോൺഫിഡൻസ്, നെയിം ആൻഡ് ഫെയിം ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടത് സഹായിക്കുന്നു എന്നുള്ളതാണ്. 1 നമ്പർ സ്ട്രോങ് ആവുമ്പോൾ സൺറൈസ് ആണ് 1ന്റെ വാൾപേപ്പർ. അടുത്തത് സെക്കൻഡ് നമ്പറാണ്. ബർത്ത് നമ്പർ 2 വരുന്ന ആളുകൾ, അതായത് 2, 11, 20, 29 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അവരുടെ ലക്കി വാൾപേപ്പർ എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനാണ്. പൂർണിമ മൂൺ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ. അതേപോലെ യൂസ് ചെയ്യാവുന്ന മറ്റു വാൾപേപ്പേഴ്സും ഉണ്ട്. പാലഭിഷേകത്തിന്റെ പിക്ചർ യൂസ് ചെയ്യാം, വൈറ്റ് ഫ്ലവേഴ്സിന്റെ പിക്ചർ യൂസ് ചെയ്യാം, സിൽവർ കോയിൻസിന്റെ പിക്ചർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാല് തിളച്ചു പൊങ്ങുന്നതായ പടം. ഇതൊക്കെ നമുക്ക് സെക്കൻഡ് നമ്പർ ബർത്ത് നമ്പർ ആയിട്ട് വരുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാൾപേപ്പേഴ്സ് ആണ്. നമ്മുടെ 2 എന്ന് പറയുന്ന നമ്പർ സ്ട്രോങ് ആവുമ്പോൾ മൂൺ സ്ട്രോങ് ആവുന്നു. നമ്മൾ ഡിപ്രഷൻ കുറയ്ക്കാനും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനൊക്കെ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് തേർഡ്, 3 നമ്പർ 3 ബർത്ത് നമ്പർ ആയിട്ട് വരുന്നവര് 3, 12, 21, 30 തീയതികളിൽ ജനിച്ച ആളുകൾ. 3 എന്ന് പറയുന്ന നമ്പർ ജൂപ്പിറ്റർ ആണ്, അതായത് ഗുരുവിനെയാണ് സൂചിപ്പിക്കുന്നത്.
ഇതിൻ്റെ ലക്കി വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത് യെല്ലോ ഫ്ലവേഴ്സ്, അത് സൺഫ്ലവർ ആവാം, ബന്ദിപ്പൂവാകാം, അതേപോലെ യെല്ലോ സഫയർ ജെം സ്റ്റോൺ അതിൻ്റെ പിക്ചർ യൂസ് ചെയ്യാം. അതേപോലെ ഗുരുവിൻ്റെ പടവും യൂസ് ചെയ്യാവുന്നതാണ്. ഗുരു സ്ട്രോങ് ആവുമ്പോഴേക്കും നമുക്ക് ടീച്ചിങ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, ധാർമ്മികത ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, ഗുരുവിൻ്റെ പ്രഭാവം ഉണ്ടാവും, ആധ്യാത്മികത സമൃദ്ധിയൊക്കെ ഇമ്പ്രൂവ് ആകുന്നതാണ് എന്നാണ്. അടുത്തത് 4 നമ്പർ 4, 13, 22, 31 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4 എന്ന് പറയുന്നത് രാഹുവിനെ സൂചിപ്പിക്കുന്നു. ലക്കി വാൾപേപ്പർ ആയിട്ട് വരുന്നത് റൈസിങ് എറോപ്ലെയിൻ ആണ്, പറന്ന് പൊങ്ങുന്നതായ എറോപ്ലെയിൻ. അതല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ പിക്ചർ യൂസ് ചെയ്യാം. അത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ മൂൺ ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടിയുള്ളതായ പടങ്ങൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നർ പവർ കൂടുന്നു, മോട്ടിവേഷൻ കിട്ടുന്നു, സക്സസിന് അതിലൂടെ വഴി തുറക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് 5 നമ്പർ ബർത്ത് നമ്പർ ആയിട്ട് വരുന്നവര് 5, 14, 23 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത് നമ്പർ 5 ആണ്. 5 എന്ന് പറയുന്നത് ബുധനെ ആണ് സൂചിപ്പിക്കുന്നത്, മെർക്കുറി. ലക്കി വാൾപേപ്പർ ആയിട്ട് വരുന്നത് ഗ്രീൻ പ്ലാന്റ്സിന്റെ സീനറി ആണ്, അല്ലെങ്കിൽ ലോർഡ് ബുദ്ധയുടെ പിക്ചർ യൂസ് ചെയ്യാം. 5 നമ്പർ സ്ട്രോങ് ആകുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആകുന്നതാണ്. ആളുകളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെയും കോണ്ടാക്റ്റിലൂടെയൊക്കെ സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ്. അടുത്തത് 6 നമ്പർ 6, 15, 24 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന നമ്പർ വീനസ്, അതായത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത്. ലക്കി വാൾപേപ്പർ ആയിട്ട് വരുന്നത് ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടികൾ, മഹാലക്ഷ്മിയുടെ പിക്ചർ, അല്ലെങ്കിൽ മണി ട്രീയുടെ പിക്ചർ, അല്ലെങ്കിൽ കറൻസി, ഗോൾഡ് കോയിൻസ്, പിങ്ക് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും ആയിട്ടുള്ളതായ ഫോട്ടോ. ഇതൊക്കെ നമുക്ക് 6 നമ്പർ ബർത്ത് നമ്പർ ആയിട്ട് വരുന്നവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ഭാഗ്യവർദ്ധനം ഉണ്ടാവുക, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുക, പ്രോസ്പെരിറ്റി ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് പറയുന്നത് 6 എന്ന നമ്പർ സ്ട്രോങ് ആവുമ്പോൾ. അടുത്തത് 7 എന്ന നമ്പർ 7, 16, 25 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 7 എന്ന് പറയുന്നത് കേതുവിനെ ആണ് സൂചിപ്പിക്കുന്നത്. ലക്കി വാൾപേപ്പർ ഗണപതി ഭഗവാനാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ പിക്ചറും യൂസ് ചെയ്യാം. ഇവിടെ സ്പിരിച്വൽ ഇംപ്രൂവ്മെന്റിനെ സഹായിക്കുന്നു, ആധ്യാത്മികത ഇംപ്രൂവ് ആവുന്നു, റിസർച്ച് പർപ്പസിന് സഹായിക്കുന്നു, ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിക്കും, സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതാണ്. ഇതൊക്കെയാണ് 7 സ്ട്രോങ് ആവുമ്പോഴതായ റിസൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് 8 നമ്പർ 8, 17, 26 തീയതികളിൽ ജനിച്ച ആളുകളുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 8 എന്ന നമ്പർ ശനിയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ശനിയുടെ ലക്കി വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത് റോഡ് ടു എ ഡെസ്റ്റിനേഷൻ, ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ളതായ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ളതായ വഴി എന്നെടുക്കാം, അല്ലെങ്കിൽ ലോർഡ് ശിവയുടെ പിക്ചർ എടുക്കാം, അല്ലെങ്കിൽ ബ്ലൂ സഫയർ ഇന്ദ്രനീലത്തിൻ്റെ പിക്ചർ എടുക്കാം, നമ്മുടെ ഓഫീസിൻ്റെ ഫോട്ടോ വെക്കാം, വർക്ക് പ്ലേസിൻ്റെ ഫോട്ടോ വെക്കാവുന്നതാണ്, ബ്ലൂ ഓർക്കിഡ് പിക്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ശനി പവർഫുൾ ആവുമ്പോഴേക്കും കരിയറിൽ സക്സസ് ഉണ്ടാവുന്നതാണ്, ആളുകളുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് 9 നമ്പർ 9, 18, 27 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. 9 നമ്പർ കുജനെയാണ് സൂചിപ്പിക്കുന്നത്. ലക്കി വാൾപേപ്പേഴ്സ് എന്ന് പറയുന്നത് 9 ചുമന്ന റോസാപ്പൂക്കൾ ബണ്ടിലായിട്ടുള്ള പിക്ചർ യൂസ് ചെയ്യാം, അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹനുമാൻജി ശ്രീരാമചരണത്തിൽ തൊഴുതു നിൽക്കുന്നതായ ഫോട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഹനുമാൻ ചൊവ്വയെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറയുന്നത് സഹോദരകാരകനാണ്, നമ്മുടെ സഹോദരന്റെ കൂടെ നിൽക്കുന്നതായ ഫോട്ടോയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ 9 സ്ട്രോങ് ആവുമ്പോഴുള്ളതായ റിസൾട്ട് എന്ന് പറയുന്നത് എനർജി ഇമ്പ്രൂവ് ആവുന്നു, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആകുന്നു, സഹോദര ബന്ധങ്ങൾ ഇമ്പ്രൂവ് ആവുന്നു, ഇന്നർ പവർ ഇൻക്രീസ് ആവുന്നു, ആളുകളുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്.
ഇത്രയുമാണ് ഇന്നത്തെ വിഷയം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.